അഫ്ഗാൻ വിദേശകാര്യമന്ത്രിയും താലിബാൻ നേതാവുമായ അമീർ ഖാൻ മുത്താഖിയുമായി കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഇന്നലെ ടെലിഫോൺ സംഭാഷണം നടത്തിയിരുന്നു. ഈ സംഭാഷണത്തിനിടയിലാണ് പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച അഫ്ഗാൻ സർക്കാരിൻ്റെയും താലിബാൻ്റെയും നടപടിയെ ഡോക്ടർ എസ് ജയശങ്കർ സ്വാഗതം ചെയ്തത്. 2021 താലിബാൻ ഈ അഫ്ഗാനിസ്ഥാൻ്റെ ഭരണം പിടിച്ചെടുത്തതിന് ശേഷം ഇതാദ്യമായിട്ടാണ് രണ്ട് രാജ്യങ്ങളിലെയും രാഷ്ട്രീയ നേതൃത്വങ്ങൾ തമ്മിൽ ഈ സംഭാഷണം നടത്തുന്നത്. ഇക്കഴിഞ്ഞ ജനുവരിയിൽ താലിബാൻ നേതാവും ഈ വിദേശകാര്യമന്ത്രിയുമായ അമീർ ഖാൻ മുത്താഖിയുമായി കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ദുബായിലായിരുന്നു ഈ കൂടിക്കാഴ്ച നടന്നിരുന്നത്. ഇതിൻ്റെ തുടർച്ചയായി ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാക്കുന്നതിനുള്ള പല നടപടികളും സ്വീകരിച്ചു വരികയായിരുന്നു. ഇതിനിടയിലാണ് പഹൽഗാം ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ചുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ രംഗത്ത് വന്നിരുന്നത്. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം സമീപകാലത്ത് വളരെ മോശമായിരുന്നു. ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ അഫ്ഗാനിസ്ഥാൻ ഈ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് എടുത്ത നിലപാടിനെ അന്താരാഷ്ട്ര സമൂഹം വിലയിരുത്തിയിരുന്നത്. ഏതായാലും ഈ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുന്നു എന്നതിൻ്റെ സൂചനകളാണ് കഴിഞ്ഞ ദിവസം നടന്ന ടെലിഫോൺ സംഭാഷണത്തിന് ശേഷം ഡോക്ടർ എസ് ജയശങ്കർ നൽകിയത്. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തമാകുന്നതിന് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി തീരുമാനമായതായും അഫ്ഗാൻ വിദേശകാര്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ ആ ടെലിഫോൺ സംഭാഷണത്തിന് ശേഷം ഡോക്ടർ എസ് ജയശങ്കർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ തലവേദനയായി മാറുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. കാരണം ഇന്ത്യയുമായുള്ള അതിർത്തിക്ക് പുറമെ ഈ അഫ്ഗാനിസ്ഥാനുമായുള്ള അതിർത്തിയിലും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിർത്തിക്ക് അപ്പുറത്തുള്ള അതിർത്തി രാജ്യങ്ങളുമായി അവർക്കുണ്ടാകുന്ന പ്രശ്നം പാകിസ്ഥാൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഏതായാലും ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാകുന്നത് പാക് ചാരസംഘടന ISIയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.